ഹലോ, ഇന്നൊരു അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്മീൻ തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി വയറ് നിറച്ചും ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തോരൻ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ് ഈ തോരന്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീൻ എടുക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ചെമ്മീനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പൊടികളെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്നാൽ ചെമ്മീനിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും. അല്ലെങ്കിൽ ഈ ചെമ്മീൻ ഒരു വെള്ള കളറിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് തരിയോട് കൂടിയിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതിപ്പോൾ ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ചെമ്മീൻ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇത് ചെമ്മീനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചെമ്മീനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ അരപ്പൊക്കെ ഈ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ കൂട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മിക്സ് ചെയ്യരുത്. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്ക് പതിയെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ തോരനാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി നന്നായിട്ട് നമുക്ക് വയറ് നിറച്ചും ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.